ഇൻഫോ പാർക്കിൻ്റെ അകത്ത് ഇപ്പോൾ AVGCക്ക് മാത്രമായിട്ടൊരു സ്പേസ് തന്നെ അലൊക്കേറ്റ് ചെയ്തു. അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരം 250 കമ്പനികളെ കേരളത്തിൽ ഈ മേഖലയിൽ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 150 എണ്ണം സ്റ്റാർട്ടപ്പ് ആവണമെന്നുണ്ട്. അതിനുവേണ്ടി ഇന്ന് IT പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും AVGC സെക്ടറിലെ കമ്പനികൾക്ക് കൊടുക്കാനാണ് പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഫണ്ട് 200 കോടി രൂപയുടെ ഫണ്ട് ഓഫ് ഫണ്ടും ഗവൺമെൻറ് ഓഫ് കേരള AVGC കമ്പനീസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവേ ബിസിനസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ മേഖല, ടൂറിസം, IT ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾ നോക്കുന്നത്. എന്നാൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുക പറഞ്ഞാൽ തന്നെ നെറ്റി ചുളിക്കുന്നൊരു രീതിയാണ് കണ്ടുവരുന്നത്. പക്ഷേ അതിന് വലിയൊരു മാറ്റം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ തരത്തിലുള്ള ഗവൺമെൻറ് തന്നെ ഒരു പോളിസി കൊണ്ടുവരുന്നു എന്നുള്ളത് ചെറുപ്പക്കാരുടെ ഇടയിലും അവർ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഇടയിലും വലിയൊരു ആത്മവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട്. യുവജനങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാവുന്നൊരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലും ധാരാളം ഫണ്ടിങ്ങും കാര്യങ്ങളും അവൈലബിൾ ആണ്.